സോ ഗൈസ് ഫൈനലി നമ്മളൊരു റോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാട്ടിൽ നിന്നും നാട്ടിലെത്തി ഗൈസ്. അത് ഓടിക്കൊണ്ട് വരുവാണ്, പേടിപ്പിക്കുന്നു. ഞാൻ എന്തുണ്ടാക്കാ വന്നത്? തിരിച്ചു പോ, മരി തിരിച്ചു പോ, അല്ലെങ്കിൽ വെട്ടി നുറുക്കി അഴിച്ച് കറി വെച്ച് ഞാൻ തിന്നും എല്ലാത്തിനെയും. ഡേഞ്ചറാ കേട്ടോ, ഇവിടെ പേടിയില്ലായിരുന്നെങ്കിൽ ചാടി വന്നേനെ. കർത്താൻ നമ്മളെങ്ങനെ ഓടി, ഇത് നമ്മളെക്കാൾ സ്പീഡാ, നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞു ഓടും. എവിടെ ഓടായി? ഏതെങ്കിലും മരത്തിന് മണ്ടേ കയറി ഇരിക്കാം. തിരിച്ചോ തിരിച്ചോ തിരിച്ചോ. ഉളുപ്പാണ് രണ്ടുപേരും ഇവിടെ കഷ്ടപ്പെട്ട് ഇത്രയും തണുപ്പ് നിൽക്കുക. നിങ്ങൾ തുണിയൊക്കെ ഇട്ട് നിൽക്കുന്നില്ല നന്നായിട്ട്, ബസ്സും കാത്ത് നിൽക്കുക. ഒരു ഉടുപ്പില്ലാണ്ട് വന്നിട്ട് അടിയാ കൊള്ളാം. കിസ് അടിക്കാനാണ് ഇവിടെ വന്നത് രണ്ടും കൂടെ. കൊള്ളാല്ല. അയ്യേ അയ്യേ കാതൽ മണം കാതൽ മണം തലയ്ക്ക് ഉണ്ടാക്ക നീ കൊച്ചു കള്ളൻ. റൊമാൻറ്റിക് വരുന്നോടാ, റൊമാൻറ്റിക് വരുന്നോടാ കുട്ട. അത് ഓടിപ്പടച്ചു വന്ന് ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. വെച്ചു ചാടി വാ, ധൈര്യം ഉണ്ടെങ്കിൽ ചാടി വാടാ. ചാടി വരുമോ? കുതിരക്ക് ചാടാനൊക്കെ പറ്റുന്ന പഠിച്ചിട്ടില്ല. പിണങ്ങി നിക്കണ് ഇഷ്ടപ്പെട്ടില്ല ഉമ്മ എന്നത്. ഇത് കുതിരയാണോ ഡോങ്കിയാണോ വെച്ചു? കുതിര തന്നെയാ. ചാടി വരും കേട്ടോ, ചാടി വരും വെച്ചു. ബസ് വരുമ്പോൾ അപ്പുറത്ത് പോകണം. ബോർഡുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിൽക്കുവാണ് ബസ്സിന് വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? വളരെ അഡ്വഞ്ചറസ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരുപാട് ദൂരം നടന്നു കേട്ടോ. എത്ര കിലോമീറ്റർ നടന്നു നമുക്ക് തന്നെ ഒരു കണക്കില്ല. പക്ഷെ ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ എന്തുവാ കാട്ടുവാസികളെ കണക്ക് കുറച്ച് നാള് കാട്ടിലങ്ങ് ജീവിച്ചു. നാളല്ല, കുറച്ച് നേരം. സോ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.